ബഹുമാനിക്കാത്തവരോ നല്ല സൂയാലുക്കളോ ഏതെങ്കിലും ഒരു ദേശത്തിനെ എതിർത്തു എന്നതുകൊണ്ട് അത് മധ്യത്തെ മൂടി വെക്കാൻ പറ്റിയതല്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. أتوجه بالشكر الجزيل لفضيلة الشيخ أبو بكر أحمد أبو الأيتام والفقراء الذي أفنى شبابه، هو ما زال شاب ولكن أفنى ما مضى من شبابه في نشر العلم وتربية الأيتام، وأهنئه بهذا الصرح العظيم وبهذه القلوب المباركة التي اجتمعت له، فهنيئا لكم به وهنيئا له بكم وهنيئا لنا بكم أجمعين، والسلام عليكم ورحمة الله تعالى وبركاته. ഈ അവസരത്തിൽ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ അബുൽ ലൈസാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ജീവിതകാലം മുഴുവൻ അല്ല ഇനിയും ഒരുപാട് കാലം ജീവിക്കുമാറാവട്ടെ. തന്റെ ജീവിതം മുഴുവൻ അനാഥകൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം ഒഴുകി വച്ചിരിക്കുകയാണ്. ഇത്രയും വിശ്വാസി സമൂഹം അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതേ ഈ നേതാവിന്റെ അനുയായികളായത് നിങ്ങളെ സംബന്ധിച്ച് മഹാഭാഗ്യമാണ്. ഇതുപോലത്തെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാൻ കുറുകെ പിടിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുഹൃത്തുക്കളെ, ഇനി ഏറെ വൈകാതെ ഉസ്താദിന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് വളരെ സുപ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ സ്റ്റേജിൽ വെച്ച് നടക്കുന്നു. സഹോദരന്മാരെ, പള്ളി ഉണ്ടാക്കണമെങ്കിൽ കാശ് വേണം, എല്ലാവർക്കും തർക്കമില്ല. അതൊരു ചൂഷണമല്ല, തട്ടിപ്പല്ല, വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെലവെടുക്കുകയാണ്. അത് സാധാരണക്കാർക്ക് പങ്കെടുക്കാൻ 1000 രൂപയുടെ കൂപ്പൺ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മേലെയുള്ളവർക്ക് ഒരു മുസല്ല സ്ഥലത്തിന് 25,000 രൂപ വീതം വാങ്ങുന്നുണ്ട്. അതുപോലെ സ്ഥലത്തിന് 1 സെന്റിന് 1 ലക്ഷം രൂപ വാങ്ങുന്നുണ്ട്. പള്ളിയുടെ പല സാധനങ്ങളും ഇവിടെ ചിലർ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആദ്യമായി പള്ളിയുടെ മനോഹരമായ മിമ്പർ, അതിൽ എത്ര ചെലവ് വന്നാലും ചെയ്യാമെന്ന് ഏറ്റുകൊണ്ട് അതിന്റെ ആദ്യ ഗഡുവായി 10 ലക്ഷം അബ്ദുൽ നാസർ നാദാപുരം നമുക്ക് തരുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ മസ്ജിദിന്റെ മിമ്പറിന് ദുബൈയിലെ വ്യാപാരി പ്രവാസി അബ്ദുൽ നാസർ നാദാപുരം അഡ്വാൻസ് തുക ഏൽപ്പിക്കുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു അത് കബൂൽ ചെയ്യട്ടെ. മുഹമ്മദ് ഷാജി മോൻ ആൻഡ് നിസാമുദ്ദീൻ സയ്യിദ് തങ്ങൾ മലപ്പുറം രണ്ടുപേരും കൂടി പള്ളിയുടെ മുൻഭാഗത്ത് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട കട്ടിലുകളിൽ ഒന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പിന്നെ രണ്ടുപേരും അവിടെ കൂടി. മറ്റൊരു സന്തോഷ വാർത്ത സദസ്സിനെ അറിയിക്കുന്നു. ബോംബെയിലെ ഇർഫാൻ ബിൻ ഇഖ്ബാൽ ജാലിയവാല ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പെരുമ്പ യൂസഫ് ഹാജി 1 ലക്ഷം രൂപ ഇവിടെ ചെക്ക് സംഭാവന ചെയ്തിരിക്കുന്നു, ഇവിടെ തന്നിട്ടുണ്ട്.
നമ്മുടെ മമ്മുഞ്ഞി ഹാജി കണ്ണൂർ 5 ലക്ഷം റുപ്പിക വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചെക്ക് അദ്ദേഹം ഇപ്പോൾ തന്നെ തരുന്നു, അത് സ്വീകരിക്കുകയാണ്. ബക്കറ്റ് പിരിവ് നടക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. ചെറുവത്തൂർ തലക്കടത്തൂർ ബാവാജി 1,70,000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. TC മമ്മുഞ്ഞി ഹാജി ചെറുവത്തൂർ 5 ലക്ഷം രൂപ അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാണ്. യൂസുഫ് ഹാജി ഇവിടെ സഹോദരൻ 1,50,000 രൂപ അള്ളാഹു തആല കബൂൽ ചെയ്തിട്ട് അതിന്റെ ചെക്ക് ഇവിടെ പെരുമ്പ യൂസുഫ് ഹാജി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തരണമെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾക്ക് വായിച്ചു. സുഹൃത്തുക്കളെ, തുർക്കിയിൽ നിന്ന് വന്ന വന്യവയോധികനായ